ജോഷി അധികം കൈ വെക്കരുത്. ബെൽറ്റും നഗ്നതാ പ്രദർശനം അടക്കം നടന്നു കഴിഞ്ഞു. തിങ്കളാഴ്ച കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ കേരളത്തിലെ ഒന്നാം നിര ചാനലുകളുടെ സ്റ്റുഡിയോകളിൽ നടന്നിരുന്ന കോലാഹലങ്ങൾ കാണാത്തവരായി ആരുമുണ്ടാകില്ല. ചുരുങ്ങിയ പക്ഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്ന റീലുകൾ എങ്കിലും കണ്ടവരുണ്ടാകും. എന്തായിരുന്നു നമ്മുടെ പല മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും ചാനൽ മുറികളിലെ പെർഫോമൻസ്? പ്രാസമൊപ്പിച്ച വാക്കുകൾ കൊണ്ട് ചാനൽ ചർച്ചകളെ കൊടുമ്പിരി കൊള്ളിക്കുന്ന ഹാഷ്മി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇന്നലെ സ്റ്റുഡിയോയിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളുടെ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടാൽ സ്വയം ചോദിച്ചു പോകും, ഇത്രത്തോളം വേണമായിരുന്നോ എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ടെണ്ണലിന്റെ 6 ഘട്ടങ്ങളിൽ പിന്നിട്ട് നിന്നപ്പോൾ ഹാഷ്മി ചാനലിലിരുന്ന് അട്ടഹസിച്ചതും ആർപ്പ് വിളിച്ചതും തുള്ളിച്ചാടിയതും അല്പം കടുത്തു എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. ഫലപ്രഖ്യാപനം വന്ന് ചാനൽ സ്റ്റുഡിയോയിൽ ഡാൻസ് കളിച്ച സ്മൃതി പരുത്തിക്കാടും നൽകുന്ന സന്ദേശം എന്താണ്? എന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സ്മൃതിയുടെ ഡാൻസ് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ആഘോഷിക്കുകയും ചെയ്തു. ജോഷി അധികം കൈ വെക്കരുത്. ബെൽറ്റും നഗ്നതാ പ്രദർശനം അടക്കം നടന്നു കഴിഞ്ഞു. മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ജോഷി ആവേശം അതിരുവിട്ട് കൈ പൊക്കിയപ്പോൾ ഷർട്ട് പൊങ്ങി ബെൽറ്റും അടിവസ്ത്രത്തിന്റെ ഭാഗവും വരെ പുറത്തു കാണുന്നുണ്ടായിരുന്നു. സഹപ്രവർത്തകയായ സുജയ പാർവതി പരിഹാസ രീതിയിൽ കൈ അധികം പൊക്കേണ്ട, അശ്ലീല പ്രദർശനം നടക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. ഇത്രയൊക്കെ ഒരു ലൈവിൽ വേണമായിരുന്നു. മാധ്യമ പ്രവർത്തകരും മനുഷ്യരാണ്. ഏതൊരു മനുഷ്യനെയും പോലെ അവർക്കും രാഷ്ട്രീയമുണ്ടാകും. പക്ഷേ തന്റെ ജോലിയിൽ ആ രാഷ്ട്രീയ പക്ഷം കാണിക്കാതിരിക്കുക എന്നത് മാധ്യമ പ്രവർത്തനത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതയല്ലേ, സാമാന്യ മാന്യതയല്ലേ? പക്ഷേ ആ അതിർവരമ്പുകളെല്ലാം ലംഘിക്കപ്പെടുന്ന തരം അമിതാവേശ പ്രവണതകൾ അടുത്ത കുറെ കാലമായി മാധ്യമങ്ങളുടെ തെരഞ്ഞെടുപ്പ് ലൈവുകളിൽ കാണുന്നുണ്ട്. വോട്ടെണ്ണൽ ദിവസത്തിൽ തങ്ങളുടെ ചാനൽ കാണാൻ ആളുകളെ ക്ഷണിക്കുന്ന ടീസറുകളിൽ പോലും ഇവിടെ ഗോഗ്വ വിളികളില്ല, അട്ടഹാസങ്ങളില്ല എന്ന് സ്വയം പറയുന്ന ചാനലുകൾ പോലും റിസൾട്ട് വന്നു തുടങ്ങുന്നതോടെ ആവേശ കമ്മിറ്റിക്കാരാകും. പിന്നീട് അവിടെ കാണുന്നത് രാഷ്ട്രീയ പ്രവർത്തകരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ആവേശ പ്രകടനമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ആസ്വദിക്കുകയും ചെയ്യുന്ന ജെൻസി ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെക്കുന്നുമില്ല. ഇത്തരം ബഹളങ്ങൾക്കും ആക്രോശങ്ങൾക്കും നടുവിൽ യഥാർത്ഥ വിവരം അറിയാനാകാതെ പ്രേക്ഷകർ ചാനൽ ലൈവ് വിട്ട് പുറത്തു പോകുന്നുണ്ടോ എന്ന സത്യം അവതാരകർ മനസ്സിലാക്കുന്നില്ലേ എന്നതാണ് സംശയം. ചുരുങ്ങിയ പക്ഷം സ്വന്തം ചാനലിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന കമന്റുകളെങ്കിലും ഒരാവർത്തി വായിച്ചാൽ കാര്യം മനസ്സിലാകും. അവിടെയാണ് ഇന്നും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ദൂരദർശന്റെ മഹാത്മ്യം മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസങ്ങളിൽ ദൂരദർശന് പ്രേക്ഷകർ കുറയും എന്നതാണ് വസ്തുത. എന്നാൽ തിങ്കളാഴ്ച ദൂരദർശൻ ചാനലിലെ തെരഞ്ഞെടുപ്പ് ഫലം സോഷ്യൽ മീഡിയ വഴി കണ്ടത് 8 ലക്ഷം ആളുകളാണ്. ഇത് വളർന്നു വരുന്ന പുതിയൊരു പ്രേക്ഷക സംസ്കാരത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. ഇത്രത്തോളം ചാനൽ അതിപ്രസരം ഇല്ലാതിരുന്ന കാലത്തും നമ്മെ വാർത്തകൾ അറിയിച്ചിരുന്ന അതേ രീതിയും സംസ്കാരവുമാണ് ദൂരദർശൻ ഇന്നും പിന്തുടരുന്നത്. അവിടെ അവകാശവാദങ്ങളില്ല, ആർപ്പ് വിളികളില്ല, അട്ടഹാസങ്ങളില്ല, ഗോഗ വിളികളില്ല. കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളും ശാന്തമായ രാഷ്ട്രീയ വിശകലനവുമാണ് അവിടെ നടന്നത്. സ്വാഭാവികമായും അത് കാണാൻ 8 ലക്ഷം ആളുകൾ എന്നത് ജനം ആക്രോശങ്ങളിൽ നിന്നും അട്ടഹാസങ്ങളിൽ നിന്നും അകന്ന് ശാന്ത സ്വഭാവമുള്ള ചർച്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം വളർന്നു വരുന്നതിന്റെ തെളിവാണ്. ജനം പഴയ ദൂരദർശൻ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മടക്കയാത്രയിലാണ് എന്നാണ് ഈ ഒരു സംഭവം തെളിയിക്കുന്നത്. ഞാനും ദൂരദർശനിൽ വാർത്താ അവതാരകനായതിനാൽ ദൂരദർശനെ പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോ ആണ് ഇതെന്ന് കരുതരുത്. ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നതിന്റെ നേർസാക്ഷ്യം നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു എന്ന് മാത്രം. 8 ലക്ഷം എന്നത് യൂട്യൂബിലൂടെ മാത്രമുള്ള കാഴ്ചക്കാരാണ്. ഇതിനു പുറമെ ദൂരദർശൻ ടിവിയിലൂടെ കണ്ടവരുടെ കണക്കുകൂടി എടുത്താൽ അത് മില്യൺ കണക്കിനുമാകാം. ദൂരദർശൻ വാർത്താ മേധാവി അജയ് ജോയ് IAS മേൽനോട്ടത്തിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ദൂരദർശൻ നൽകിയത്. പല ചാനലുകളും 500-1000 ലീഡ് പല സ്ഥാനാർത്ഥികൾക്കും നൽകിയപ്പോൾ
കൃത്യമായ വിവരങ്ങൾ മാത്രമാണ് ദൂരദർശൻ നൽകിയത്. ഇപ്പോൾ ആരാണ് ദൂരദർശൻ കാണുന്നത് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ലക്ഷക്കണക്കിന് കാഴ്ചക്കാർ. പണ്ടുകാലത്ത് മാധ്യമ പ്രവർത്തനം എന്നാൽ അറിയാനും അറിയിക്കാനുമുള്ള ഒരു ഉപാധിയായിരുന്നു. ഇന്ന് മാധ്യമ പ്രവർത്തനം എന്നത് വിവരങ്ങൾ അറിയാനും അറിയിക്കാനും എന്നതിനപ്പുറം സ്വന്തം ഫ്രസ്ട്രേഷനുകളും താല്പര്യങ്ങളും രാഷ്ട്രീയവും പുറത്തെത്തിക്കാനുള്ള ഒരു മേഖലയായോ എന്ന തോന്നലാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കണ്ടപ്പോൾ തോന്നിയത്. ഇന്നു മാത്രമല്ല, അടുത്ത കാലത്തായി നടന്ന പല തെരഞ്ഞെടുപ്പുകളുടെയും ഫലപ്രഖ്യാപനത്തിന്റെ ലൈവ് എന്നാൽ ആര് മുന്നിട്ട് നിൽക്കുന്നു ആര് പിന്നിട്ട് നിൽക്കുന്നു എന്ന് അറിയിക്കുന്നതിന് പകരം, അതല്ലെങ്കിൽ ഓരോ ഫലങ്ങളും പുറത്തു വരുമ്പോൾ ഒരു രാഷ്ട്രീയ വിശകലനം നടത്തുന്നതിന് പകരം കുറെ ഗോഗോവിളികളും ആക്രോശങ്ങളും അട്ടഹാസങ്ങളും തുള്ളിച്ചാട്ടങ്ങളും മാത്രമായിരിക്കുന്നു. അവതാരകരുടെ ആക്രോശങ്ങൾക്കപ്പുറം ചാനൽ മുറികളിൽ നിന്ന് വാർത്തകളൊന്നും ലഭിക്കാറില്ല എന്ന രീതിയിലായി കാര്യങ്ങൾ. ഇവിടെയാണ് ഇന്നും ദൂരദർശന്റെ പ്രസക്തി. അതാണ് ഈ 8 ലക്ഷത്തിലധികം കാഴ്ചക്കാരും.